പ്രശസ്ത ജർമ്മൻ സൈക്കോ അനലിസ്റ്റായ എറിക് എറിക്സന്റെ 1950കളിലെ വളരെ പ്രസക്തമായ പേഴ്സണാലിറ്റി തിയറിയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റൽ തിയറി അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു തിയറി എറിക് എറിക്സൺ മുന്നോട്ട് വെച്ചത്. സൈക്കോ എന്ന വാക്കിലൂടെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബേസിക് നീഡ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സോഷ്യൽ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള ലോകത്തെ അല്ലെങ്കിൽ ചുറ്റുമുള്ള വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. സൈക്കോ സോഷ്യൽ തിയറി പ്രകാരം ഒരു മനുഷ്യൻ 8 സ്റ്റേജസിലൂടെയാണ് വളർച്ചാ വികാസങ്ങൾ പ്രാപിക്കുന്നത്. ഓരോ വളർച്ചാ വികാസ ഘട്ടത്തിലും ഒരു സൈക്കോ സോഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിടുകയും അതിലൂടെ ഒരു ഈഗോ സ്ട്രെങ്ത് സ്വായത്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്വായത്തമാക്കിയ ഈഗോ സ്ട്രെങ്ത്തുകൾ അല്ലെങ്കിൽ വെർച്യൂസ് അടുത്ത ഘട്ടത്തിൽ നമ്മെ സഹായിക്കുന്നതാണ്. ആദ്യത്തെ സ്റ്റേജാണ് ഇൻഫൻസി. കുട്ടിയുടെ ആദ്യത്തെ 18 മാസം, അതായത് 1.5 വയസ്സ് വരെയുള്ള ശൈശവ കാലഘട്ടമാണിത്. ഈ ഒരു സെൻസിറ്റീവ് പീരീഡിൽ കുട്ടി നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള സംഘർഷമാണ്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് 1.5 വയസ്സ് വരെയുള്ള കുട്ടികൾ എങ്ങനെ നേരിടുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്കറിയാം, ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ അമ്മമാരുടെ കൂടെയാണ്, പ്രത്യേകിച്ച് ഫീഡിങ്ങിന്. 2-3 മണിക്കൂർ കൂടുമ്പോൾ ദിവസത്തിൽ 8 മുതൽ 12 പ്രാവശ്യമെങ്കിലും കുട്ടികളെ ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ദിവസത്തിൻ്റെ പകുതി സമയവും അമ്മ ചെലവഴിക്കുന്നത് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായ കുഞ്ഞിൻ്റെ വിശപ്പെന്ന വികാരമാണ് അമ്മയിലൂടെ നിറവേറ്റപ്പെടുന്നത്. മാത്രമല്ല, അമ്മയിലൂടെ സ്നേഹം, വാത്സല്യം, കരുതൽ ഒക്കെ കുഞ്ഞ് അനുഭവിക്കുകയാണ്. കുഞ്ഞിൻ്റെ ഈ ഒരു പ്രായത്തിലെ ഇൻഡിവിജ്വൽ നീഡും എന്ന് പറയുന്നത് അതുതന്നെയാണ്. ഇതിലൂടെ കുഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താ? എനിക്ക് വിശക്കുമ്പോൾ പാല് തരാൻ അമ്മയുണ്ട്, എന്നെ കൊഞ്ചിക്കാനും സ്നേഹിക്കാനും എടുത്തോണ്ട് നടക്കാനും അമ്മയുണ്ട്, എന്നെ കുളിപ്പിക്കാനും ഡയപ്പർ മാറ്റാനും വസ്ത്രങ്ങൾ ധരിപ്പിക്കാനും അമ്മയുണ്ട്. അമ്മയുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നേഹപരിചരണങ്ങളിലൂടെ കുട്ടിയിൽ വളർന്നു വരുന്ന ഗുണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ആദ്യം വിശ്വസിക്കുന്നത് അമ്മയെയാണ്, അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹവും സാമീപ്യവും പകരുന്ന ആ ഒരു വ്യക്തിയെയാണ്, കെയർ ടേക്കറെയാണ്. അപ്പോൾ അമ്മയിലൂടെ കുട്ടികളുടെ ആവശ്യങ്ങൾ സ്ഥിരമായി നിറവേറ്റപ്പെടുകയാണെങ്കിൽ അച്ഛനിലും മറ്റ് പരിചാരകരിലും ഈ ലോകത്തിലുമുള്ള അവർക്ക് വിശ്വാസബോധം വളരെയാണ്. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് ഉറക്കം കഴിഞ്ഞെഴുന്നേൽക്കാണ്. കണ്ണു തുറന്നപ്പോൾ അമ്മേനെ കാണാനില്ല, പക്ഷെ ശബ്ദം കേൾക്കാനുണ്ട്. വിശ്വാസബോധത്തിൽ വളർന്നൊരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞിനറിയാം അവൻ്റെ അമ്മ ഇപ്പോൾ വന്നവനെ എടുക്കും, അവന് പാല് തരും, അവനെ കൊഞ്ചിക്കും. ആ ഒരു പ്രത്യാശയിൽ കുഞ്ഞ് കരയാതെ അമ്മയെ കാത്തു കിടക്കും. അതുപോലെ അമ്മയിൽ നിന്നോ കെയർ ടേക്കറിൽ നിന്നോ സ്ഥിരമായുള്ള സ്നേഹവും പരിചരണവും ലഭിക്കാതെ അവിശ്വാസത്തിൽ വളർന്ന കുഞ്ഞാണ് ആ ഒരു സാഹചര്യത്തിലെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞ് കരയും. അമ്മയോ മറ്റ് കെയർ ടേക്കറോ വന്ന് കുഞ്ഞിനെ എടുക്കുന്നത് വരെ വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. കാരണം കുഞ്ഞിന് പേടിയാണ്, ഉത്കണ്ഠയാണ്. സ്ഥിരമായുള്ള പരിചരണം കിട്ടാതിരുന്നത് കൊണ്ട് ചുറ്റുമുള്ള ലോകം വിശ്വസനീയമല്ല എന്നാണ് കുട്ടി ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞവിടെ കരയുന്നത്. ഈ ഒരു ഉദാഹരണം അമ്മയുടെ സ്നേഹത്തെയോ പരിചരണത്തെയോ അളക്കാനുള്ള അളവുകോലല്ല. 100% വിശ്വാസബോധത്തിലൂടെ പ്രത്യാശ എന്ന പുണ്യമോ 100% അവിശ്വാസബോധത്തിലൂടെ ഭയമോ കുഞ്ഞിനുണ്ടാകുന്നില്ല. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് ഇതിൽ വേരിയേഷൻസ് ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഒരു ശൈശവ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞിന് വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള സംഘർഷത്തിലൂടെ നേടിയെടുക്കുന്ന പോസിറ്റീവ് ക്വാളിറ്റി അല്ലെങ്കിൽ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രത്യാശയാണ്. അവിശ്വാസ്യത പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നേടിയെടുക്കാവുന്ന നെഗറ്റീവ് ഫലം എന്ന് പറയുന്നത് ഭയമാണ്. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ ഓരോ ഘട്ടത്തിലെയും കോൺഫ്ലിക്റ്റ് വിജയകരമായി പരിഹരിക്കുന്നതിലൂടെ കുട്ടി നേടിയെടുക്കുന്ന സദ്ഗുണവും പരിഹരിക്കപ്പെടാതെ ഉടലെടുക്കുന്ന ദുർഗുണവും അടുത്ത ഘട്ടത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുഞ്ഞിൻ്റെ അവിശ്വാസ്യത പരിഹരിക്കുക എന്നതാണ്. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നാമതായി, കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ, അതായത് ഭക്ഷണം, സ്നേഹം, വാത്സല്യം, അതൊക്കെ കണ്ടറിഞ്ഞ് സ്ഥിരമായിട്ട് അമ്മയോ കെയർ ടേക്കറോ ചെയ്തു കൊടുക്കുക. രണ്ടാമതായിട്ട്, കുഞ്ഞിനുമായിട്ട് ഐ കോണ്ടാക്ട് വരുത്തിക്കൊണ്ട് ശാന്തമായ സ്വരങ്ങളോ നല്ല നല്ല ഈണങ്ങളോ പാടിക്കൊടുക്കുക. മൂന്നാമതായിട്ട്, കുഞ്ഞിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിനചര്യ ഫോളോ ചെയ്യുക. നാലാമതായിട്ട്, കുഞ്ഞിന് നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് ശക്തിപ്പെടുത്തേണ്ടതിന് സ്പർശനത്തിലൂടെ സ്നേഹം പ്രകടമാക്കുക.
അഞ്ചാമതായി കുഞ്ഞിന് നിരീക്ഷിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ചുറ്റുപാടുമായി സംവദിക്കാനുള്ള അവസരം കുഞ്ഞിന് ഒരുക്കുക. ഇപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ കുഞ്ഞിൽ വിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ഘട്ടമാണ് ഏർലി ചൈൽഡ്ഹുഡ് അഥവാ ആദ്യകാല ബാല്യം. 18 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ആദ്യകാല ബാല്യം. ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട് ആണ്. അതായത് സ്വയം ഭരണവും ലജ്ജയും തമ്മിലുള്ള സംഘർഷമാണ്. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അവർക്ക് മുതിർന്നവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുകരിച്ചുകൊണ്ട് അത് സ്വന്തമായി ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാവുന്ന കാലമാണ്. ഉദാഹരണത്തിന് സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കോരി കഴിക്കുക, ഡ്രസ്സ് തന്നെത്താനിടുക, പരസഹായമില്ലാതെ കുളിക്കുക, അങ്ങനെയെല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു പ്രവണത ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകും. ചെറിയ ചെറിയ തീരുമാനങ്ങളും ചോയ്സസും എടുക്കാനും ചുറ്റുമുള്ള ലോകത്ത് ഫ്രീ ആയി എക്സ്പ്ലോർ ചെയ്യാനും നമ്മൾ അവരെ അനുവദിക്കുമ്പോൾ അവർക്ക് തോന്നുക അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, അവരും കേപ്പബിൾ ആണ് എന്നുള്ളൊരു ഓട്ടോണമിയിലേക്കാണ് കുട്ടികൾ വളരുന്നത്. എന്നാൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ സ്വയം പര്യാപ്തരാവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവരെ അമിതമായി കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ അവർക്ക് സ്വയം ലജ്ജ തോന്നുകയും അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു സംശയം എപ്പോഴും ഉടലെടുക്കുകയും ചെയ്യും. ഇത് അവരുടെ ആത്മവിശ്വാസത്തെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ നേടിയെടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനുള്ള വില്ലാണ്. അതുപോലെ അമിതമായിട്ടുള്ള കളിയാക്കലും നിയന്ത്രണങ്ങളും മൂലമുണ്ടാകുന്ന ലജ്ജയിലൂടെയും സംശയത്തിലൂടെയും കുട്ടികളിൽ ഉടലെടുക്കുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് അവർ ഓവർ ഡിപ്പെൻഡൻ്റ് ആവും. നിസ്സാര കാര്യത്തിന് പോലും മുതിർന്നവരെ ആശ്രയിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ മാറും. അപ്പോൾ കുട്ടികളിലെ സംശയവും ലജ്ജയും അതിൽ നിന്നുണ്ടാകുന്ന ഓവർ ഡിപ്പെൻഡൻസിയും നമുക്ക് എങ്ങനെ എടുത്തു കളയാമെന്ന് നോക്കാം. ആദ്യമായി അലൗ ചോയ്സസ്, ചെറിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവരെ അനുവദിക്കുക. രണ്ടാമതായിട്ട് സ്വന്തമായി ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക, കൈ കഴുകുക മുതലായ കാര്യങ്ങളിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമതായി അബദ്ധവശാൽ എന്തെങ്കിലും തെറ്റുകൾ കുട്ടികൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി വളരെ ഹാർഷായിട്ടുള്ള പണിഷ്മെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കാതെ അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുക. ചെറിയ പ്രയത്നത്തിന് പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. നാലാമതായിട്ട് കുട്ടികൾ ചെയ്തു വരുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും. നമ്മളവരെ റഷ് ചെയ്യാതെ അവരുടേതായ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുക. ഇതിലൂടെയൊക്കെ കുട്ടികളിലെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ഘട്ടമാണ് പ്ലേ ഏജ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഏജ്. 3 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് എറിക്സന്റെ ഈ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. ഈ സമയത്ത് സംഘർഷം എന്ന് പറയുന്നത് മുൻകൈ എടുക്കാനുള്ള താല്പര്യവും തെറ്റിപ്പോയാൽ ഉണ്ടാകുന്ന കുറ്റബോധവും തമ്മിലാണ്. ഉദാഹരണത്തിന് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാ അങ്ങനെ, എന്തുകൊണ്ടാ ഇങ്ങനെ, അതുകൊണ്ട് എന്തുണ്ടായി, എല്ലാത്തിനും അവർക്ക് ചോദ്യങ്ങളുണ്ട്. കാരണം റീസൺ അവർക്കറിയണം. എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടല്ലോ. ആ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുടർച്ചയായി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കും. അവിടെ പാരന്റിന് ക്ഷമയില്ലെങ്കിൽ എന്ത് ചെയ്യും? ചീത്ത പറയും. ഓബ്വിയസ്ലി കുട്ടികൾക്ക് കുറ്റബോധം തോന്നും. പിന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കാതെയാവും, മുൻകൈ എടുക്കാതെയാവും. അപ്പോൾ കുട്ടികളിലെ ക്യൂരിയോസിറ്റി കുറയും, ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടും. ഈ ഒരു പ്രായത്തിലെ ഇനീഷ്യേറ്റീവിലൂടെ പോസിറ്റീവ് ഈഗോ സ്ട്രെങ്ത് ആയ പർപ്പസ് കുട്ടികൾ അച്ചീവ് ചെയ്യാനും ഗിൽറ്റിനെ മറികടന്ന് സർഗാത്മകത വളർത്താനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നാമതായി ക്യൂരിയോസിറ്റി മൂലം കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സമാധാനപരമായ ഉത്തരങ്ങൾ നൽകുക. രണ്ടാമതായി കുട്ടികളിലെ കഴിവ് വളർത്താനുള്ള അവസരങ്ങളും പ്രോത്സാഹനങ്ങളും കൊടുക്കുക. മൂന്നാമതായി കുട്ടികളുടെ പ്രയത്നത്തിനും സർഗാത്മകതയ്ക്കും അഭിനന്ദനങ്ങൾ കൊടുക്കുക. നാലാമതായി തെറ്റിപ്പോയാലും വേണ്ടില്ല, അവർ തന്നെത്താനെ ചെയ്ത് പഠിക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പാരൻസ് കീപ്പ് ചെയ്യുക. ഇതിലൂടെ കുട്ടികളിലെ കുറ്റബോധം മറികടക്കാനായിട്ട് നമുക്കവരെ സഹായിക്കാവുന്നതാണ്. നാലാമത്തെ ഘട്ടമാണ് സ്കൂൾ ഏജ്. 5 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സ്കൂൾ ഏജ്. ഈ ഒരു പ്രായത്തിലെ സംഘർഷം എന്ന് പറയുന്നത് വ്യവസായവും അപകർഷതയും തമ്മിലുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ പാരൻസും ടീച്ചേഴ്സും കുട്ടികളിലെ വ്യത്യസ്തമായ കഴിവുകൾ കണ്ടെത്താനും അത് വളർത്തിയെടുക്കാനും ഒത്തിരി അധികം പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികളെ പാട്ട് പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിക്കുക, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുക, അങ്ങനെ സ്കിൽഫുള്ളായ ഒരു വ്യക്തിയാക്കി കുട്ടികളെ മാറ്റുന്നൊരു പ്രായമാണ്. അതിലൂടെ അവൻ്റെ തന്നെ കഴിവുകളിൽ വിശ്വസിക്കാനും
അവനും കോമ്പിറ്റൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാനും കുട്ടിക്ക് കഴിയും. അപ്പോൾ ഈ ഒരു പ്രായത്തിലെ പോസിറ്റീവ് ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോമ്പിറ്റൻസ് ആണ്. എന്നാൽ സ്വന്തം കഴിവുകൾ കണ്ടെത്താനോ അത് വളർത്തിയെടുക്കാനോ കഴിയാതെ തൻ്റെ സഹപാഠികൾക്ക് താൻ തുല്യനല്ലെന്നും താഴ്ന്നവനാണെന്നും ആർക്കും തന്നെ ഇഷ്ടമല്ലെന്നൊക്കെ കരുതി ഉൾവലിയുന്ന കുട്ടികളുണ്ട്. അവർക്ക് കൂട്ടുകൂടാനോ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാനോ പെട്ടെന്ന് പറ്റില്ല. ഒരുതരം ഇനേർഷ്യ അവരെ എഫക്റ്റ് ചെയ്യും. അതായത് നമ്മളെ കൊട്ടയിട്ട് മൂടി വെച്ച് എങ്ങനെയാ, കൊട്ട തുറന്നാലാണ് പുറത്തു വരാൻ പറ്റുള്ളൂ അല്ലേ? അവരുടെ തന്നെ ചിന്ത കൊണ്ട് അവർ ഇൻഫീരിയർ ആണ്, അവരെ കാണാൻ ഭംഗിയില്ല, ആർക്കിഷ്ടമല്ല അവരെ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു എഗ്ഷെല്ലിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയ കുട്ടികളുണ്ട്. അത് പൊട്ടിച്ചെറിഞ്ഞാലാണ് അവർക്ക് അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് ഇൻഫീരിയോറിറ്റി ഫേസ് ചെയ്യുന്ന കുട്ടികളെ കോമ്പിറ്റൻസിലേക്ക് വളർത്തുക എന്ന് നോക്കാം. ഒന്നാമതായി, കുട്ടികളുടെ അച്ചീവ്മെൻറ്റിനേക്കാൾ ഉപരി അവരുടെ പ്രയത്നത്തെ അഭിനന്ദിക്കുക. രണ്ടാമതായി, ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഏർപ്പെടുത്തുക. മൂന്നാമതായിട്ട്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ സ്വയം അംഗീകരിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുക. നാലാമതായി, മറ്റുള്ളവരുമായി കുട്ടികളെ താരതമ്യം ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ കുട്ടികളിലെ അപകർഷതാബോധത്തെ മറികടക്കാനായിട്ട് നമുക്കവരെ സഹായിക്കാനാകും. അഞ്ചാമത്തെ ഘട്ടമാണ് കൗമാരം. 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ്. ഉദാഹരണത്തിന്, ഈ ഒരു പ്രായക്കാർ അഡോളസൻ്റ് ആണല്ലേ, നോ മോർ എ ചൈൽഡ് നോട്ട് യെറ്റ് ആൻ അഡൾട്ട്. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട പാർട്ടീസാണ് ഇവർ. അതുവരെ പാരൻസ് പറയണതൊക്കെ കേട്ട് നടന്നിരുന്ന ഇവർ പെട്ടെന്ന് അങ്ങ് അനുസരിക്കാതെയാവും. ചോദ്യം ചെയ്യാൻ തുടങ്ങും. എന്താ ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ലേ? ഞാൻ പറയണത് ആരും കേൾക്കില്ലേ? എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളില്ലേ, താല്പര്യങ്ങളില്ലേ? നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്. യെസ്, ഈ പ്രായക്കാരെങ്ങനെയാണ്? അവരുടെ ഐഡൻറ്റിറ്റി സ്ഥാപിച്ചെടുക്കാനുള്ള തീവ്ര പരിശ്രമമായിരിക്കും. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അവരിലുണ്ടാകുന്ന പോസിറ്റീവ് ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫിഡലിറ്റിയാണ്. അവരെന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടും അവരോട് തന്നെയും അവർ വിശ്വസ്തരായിരിക്കും. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകാവുന്ന നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം എന്ന് പറയുന്നത് റെപ്യൂട്ടേഷനാണ്. ഓവർ റെസ്ട്രിക്ഷൻ മൂലം സ്വന്തം ഐഡൻറ്റിറ്റി കണ്ടെത്താനോ സ്ഥാപിച്ചെടുക്കാനോ കഴിയാതെ വരുമ്പോൾ ഫാമിലിയിൽ, സൊസൈറ്റിയിൽ അവരുടെ റോൾ എന്താ എന്ന് കൺഫ്യൂസ് ചെയ്യപ്പെട്ട് സകലതിനോടും ഒരു റെബല്യൻ, ഒരു നിരാകരണം വെച്ച് പുലർത്തുന്ന കുട്ടികളായി അവർ മാറും. അപ്പോൾ എങ്ങനെയാണ് റോൾ കൺഫ്യൂഷനിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരിക? ഒന്നാമതായിട്ട്, അവരെന്താണോ അത് പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ കഴിവുകളായിക്കോട്ടെ, താല്പര്യങ്ങളായിക്കോട്ടെ, പെരുമാറ്റമായിക്കോട്ടെ, സെൽഫ് എക്സ്പ്രഷനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. രണ്ടാമതായിട്ട്, നല്ല സുഹൃത്ത് ബന്ധങ്ങളും സോഷ്യൽ ബോണ്ടുകളും ഉണ്ടാക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുക. മൂന്നാമതായിട്ട്, കുട്ടികൾക്ക് വൈകാരികമായ പിന്തുണ നമ്മൾ കൊടുക്കുക. നാലാമതായിട്ട്, അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് തന്നെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ കുട്ടികളിലെ റോൾ കൺഫ്യൂഷൻ മൂലമുണ്ടാകുന്ന റെപ്യൂട്ടേഷൻ നമുക്ക് മാറ്റാനാകും. അടുത്ത ഘട്ടമാണ് യങ് അഡൾട്ട്ഹുഡ്. 18 മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടമാണിത്. ഈ ഒരു പ്രായത്തിലുള്ള യുവജനങ്ങൾ വളരെ ഡീപ്പായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളും പ്രണയബന്ധങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. എനിക്ക് വിശ്വസിക്കാനും എന്നെ കെയർ ചെയ്യാനും ആരെങ്കിലുമൊക്കെ വേണം, ആ ഒരു ചിന്തയിൽ നിന്ന് കമ്മിറ്റഡ് ആവാനോ ഇമോഷണൽ ഇൻറ്റിമസി ആരെങ്കിലുമായോ സ്ഥാപിച്ചെടുക്കാനോ അവർക്ക് സാധിക്കുമ്പോൾ സ്നേഹം എന്ന പോസിറ്റീവ് ഈഗോ സ്ട്രെങ്ത് ആണ് അവർക്ക് ലഭിക്കുന്നത്. അതിന് പറ്റാതെ വരുമ്പോഴോ, ഒരു ബ്രേക്കപ്പ് നേരിടുമ്പോഴോ അവർ ഒറ്റപ്പെടും. സിംഗിളായിട്ട് ബാച്ചിലർ ലൈഫുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഇൻറ്റിമസി ഉള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. എന്നാൽ ആ ഒരു ഇൻറ്റിമസിയോ സ്നേഹമോ ഇല്ലാത്തവർ ലൈഫിൽ ഒറ്റപ്പെടും. അതവരെ ഡിസ്റ്റാൻസിയേഷനിലേക്ക് നയിക്കും. മാനസികമായോ വൈകാരികമായോ മറ്റുള്ളവരുമായി അകലം സൃഷ്ടിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒറ്റപ്പെടലുകൾ നേരിടുന്നവരെ നമുക്ക് സഹായിക്കാനാവുക? ഒന്നാമതായിട്ട്, മറ്റുള്ളവർക്ക് നമ്മൾ നല്ലൊരു സുഹൃത്തായിട്ട് മാറുക. രണ്ടാമതായിട്ട്, നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല ചിന്തകൾ ഉണർത്തുക. മൂന്നാമതായിട്ട്, വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുക. നാലാമതായിട്ട്, കളിയാക്കാതെയും കുറ്റപ്പെടുത്താതെയും അതിജീവിക്കാനുള്ള സമയം അവർക്ക് അനുവദിക്കുക. ഇങ്ങനെയൊക്കെ ഒറ്റപ്പെടലുകൾ നേരിടുന്ന യുവജനങ്ങളെ നമുക്ക് സഹായിക്കാനാകും. ഏഴാമത്തെ ഘട്ടമാണ് മധ്യവയസ്കർ. 40 മുതൽ 65 വയസ്സ് വരെയുള്ള കാലഘട്ടമാണിത്. ഇവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷനാണ്. ഈ ഒരു പ്രായക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ കരിയറിനെ കുറിച്ചുള്ള വ്യക്തമായ നിലപാടുകൾ അവർക്കുണ്ടാകും.
സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരാണ് തങ്ങളെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം അവരിൽ ഉള്ളതുകൊണ്ട് അവരുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താനും സമൂഹത്തിലെ ചില മേഖലകളിൽ നേതൃത്വം വഹിക്കാനും സേവനമനുഷ്ഠിക്കാനും അവർക്ക് സാധിക്കുന്നതിലൂടെ അവർ കൂടുതൽ ജനറേറ്റീവ് ആവുകയും പോസിറ്റീവ് ഈഗോ സ്ട്രെങ്ത് ആയ കെയർ അവരിൽ രൂപം കൊള്ളുകയും ചെയ്യും. എന്നാൽ സമൂഹത്തിന് വേണ്ടി താൻ യാതൊരു കാര്യങ്ങളിലും ഏർപ്പെടുന്നില്ല, സമൂഹത്തിന് തന്നെ കൊണ്ട് പ്രയോജനമില്ല, വരും തലമുറയ്ക്ക് വേണ്ടി തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ നിഷ്ക്രിയരാകും. അവരിൽ റിജക്റ്റിവിറ്റിയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു പ്രായത്തിലുള്ളവർ നിഷ്ക്രിയരാകാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യാൻ അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാം? ഒന്നാമതായിട്ട് സമൂഹമായും സാമൂഹിക പ്രവർത്തനങ്ങളുമായും അവർക്കൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ അവരെ ഉൾപ്പെടുത്തുക. മൂന്നാമതായിട്ട് സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള പല മാർഗങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക. അടുത്ത 8ാമത്തെ ഘട്ടമാണ് ഓൾഡ് ഏജ്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. ഈ ഒരു പ്രായക്കാരുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ ആണ്. ഈ ഒരു പ്രായക്കാർ അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും ഇതുവരെയുള്ള തങ്ങളുടെ ജീവിതം അവർക്ക് സംതൃപ്തി നൽകുന്നതാണോ എന്ന് ആത്മശോധന ചെയ്യുകയും അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും സമൂഹത്തിന് അവർ എത്രത്തോളം സ്വീകാര്യനായിരുന്നു എന്നതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ട് വിജ്ഞാനം എന്ന പോസിറ്റീവ് ഈഗോ സ്ട്രെങ്ത് സ്വന്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു ആത്മശോധനയിലൂടെ പലയിടത്തും താൻ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന വ്യക്തികൾ സംതൃപ്തമായൊരു ജീവിതം നയിച്ചിട്ടില്ല എന്നോർത്ത് നിരാശരാവുകയും ചെയ്യുന്നു. അവരോട് കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും അവരായിരിക്കുന്ന രീതിയിൽ അവരെ അംഗീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടും പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ അവരോട് സംസാരിച്ചുകൊണ്ടും നമുക്കവരെ നിരാശയിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാകും. എറിക് എറിക്സന്റെ 8 സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇത് കൂടാതെ എറിക് എറിക്സന്റെ ഭാര്യയായ ജോൺ എറിക്സൺ 9ാമത്തെ ഘട്ടം ദ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമഗ്രതയും ജ്ഞാനവും ഒന്നിച്ച് നിരാശയെയും വെറുപ്പിനെയും അതിജീവിക്കാൻ പരിശ്രമിക്കുന്നതാണ് 9ാമത്തെ ഘട്ടത്തിലെ പ്രതിസന്ധി. ഈ ഒരു പ്രതിസന്ധിയെ വാർദ്ധക്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ 80കളിലും 90കളിലും വിജയകരമായി മറികടക്കുന്നവർ സ്വന്തം ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഏറെ അവബോധമുള്ളവരായിരിക്കുമെന്ന് ജോൺ എറിക്സൺ അഭിപ്രായപ്പെട്ടു. എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ ഒരു തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് കൂടെ അറിഞ്ഞിരുന്നാലാണ് ഈ തിയറി കംപ്ലീറ്റ് ആവുള്ളൂ. ഓരോ വികസന ഘട്ടത്തിലും കുട്ടിക്ക് ആവശ്യമായ പിന്തുണ നൽകേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ഒരു തിയറിയുടെ വിദ്യാഭ്യാസപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കുട്ടികൾ കടന്നു പോകുന്ന വ്യത്യസ്തമായ ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ കുറിച്ച് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ആ ഒരു വളർച്ചാ വികാസ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ നീഡ് എന്താണ്, അവർ അഭിമുഖീകരിക്കുന്ന കോൺഫ്ലിക്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ടീച്ചർക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് യഥാവിധം കുട്ടികളെ സഹായിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ആ ഒരു വളർച്ചാ വികാസ കാലഘട്ടത്തിൽ കുട്ടികൾ നേടിയെടുക്കേണ്ട ഈഗോ സ്ട്രെങ്ത് കുട്ടികൾ കരസ്ഥമാക്കിയോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും ടീച്ചർക്കുണ്ട്. രണ്ടാമതായിട്ട് അധ്യാപകർ എപ്പോഴും കുട്ടികളുടെ വളർച്ചയിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു നിലപാട് എപ്പോഴും പുലർത്തണം. അവരുടെ വളർച്ചയെക്കുറിച്ച് ആശങ്ക ജനിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ പറയാതെ പ്രതീക്ഷയോടെ ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള കരുത്ത് അധ്യാപകരിലൂടെ കുട്ടികൾക്ക് ലഭിക്കണം. മൂന്നാമതായിട്ട് കുട്ടികൾ ഒരു കാര്യം മുൻകൈയെടുത്ത് ചെയ്യാം എന്നുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ വേണ്ട വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ അധ്യാപകർ കൊടുക്കണം. ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് അതാണ്. ഇതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവുമാണ് പിന്നീടുള്ളവരുടെ ജീവിതത്തെ വിജയത്തിലെത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും കുട്ടികൾ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായി അനുഭവപ്പെട്ടാൽ അവരെ പ്രോത്സാഹിപ്പിച്ച് അതിൽ ഉൾപ്പെടുത്താനുള്ള ചുമതലയും അധ്യാപകർക്കുണ്ട്. നാലാമതായിട്ട് കുട്ടികൾക്ക് സ്വതസിദ്ധമായി ലഭിച്ചിട്ടുള്ളതും നേടിയെടുക്കാവുന്നതുമായ കഴിവുകൾ കണ്ടെത്താനായിട്ട് കുട്ടികളെ സഹായിക്കുക. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ക്ലാസ് റൂമിൽ ഒരുക്കുക. തുടർച്ചയായ പ്രോത്സാഹനവും അഭിനന്ദനങ്ങളും കുട്ടികൾക്ക് നൽകുക. ഇതിലൂടെയാണ് വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള കുട്ടികളെ ഭാവി തലമുറയ്ക്ക് വേണ്ടി വാർത്തെടുക്കാനായിട്ട് അധ്യാപകർക്ക് സാധിക്കുക. അഞ്ചാമതായിട്ട് കൗമാരപ്രായക്കാർ അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയാനായിട്ട് നടത്തുന്ന പരിശ്രമങ്ങളിൽ ടീച്ചേഴ്സ് അവരെ പിന്തുണയ്ക്കുക. അവരുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവരിൽ ജനിപ്പിക്കുക. ആറാമതായിട്ട് ഒരു വിദ്യാർത്ഥിയെ പോലും തഴയാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട്
വിദ്യാർത്ഥികളുടെ ഉറ്റ സുഹൃത്തായി അധ്യാപകർ മാറണം. കുട്ടികൾക്ക് എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു അടുപ്പം ടീച്ചേഴ്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവരൊരിക്കലും ലൈഫിൽ ഒറ്റപ്പെട്ടു പോവില്ല. ഏഴാമതായിട്ട് കുട്ടികളുടെ പാഷൻ ഫോളോ ചെയ്യാനുള്ള പ്രോത്സാഹനവും തങ്ങളുടെ അനുഭവ സമ്പത്ത് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്തുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രതിബദ്ധതയുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള യുവതലമുറയെ വാർത്തെടുക്കാനായിട്ട് അധ്യാപകർ ശ്രദ്ധ ചെലുത്തണം. എട്ടാമതായിട്ട് ജീവിതത്തിൻ്റെ സമഗ്രത നേടിയെടുക്കാൻ ആവശ്യമായ നല്ല ശീലങ്ങളെക്കുറിച്ചും അർത്ഥവത്തായ ലക്ഷ്യങ്ങളെക്കുറിച്ചും അധ്യാപകർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ഈ ഒരു തിയറിയുടെ ഡ്രോബാക്സായി കരുതുന്നത് 5 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് പാശ്ചാത്യ സംസ്കാരത്തെ അടിസ്ഥാനമാക്കി മാത്രം തയ്യാറാക്കിയ ഈ തിയറി മറ്റ് സംസ്കാരങ്ങളിൽപ്പെട്ടവർക്ക് പ്രായോഗികമാക്കാൻ എളുപ്പമല്ലായിരുന്നു. രണ്ടാമതായിട്ട് നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള എംപിരിക്കൽ എവിഡൻസ് ഒന്നും ഈ തിയറിക്ക് ലഭ്യമല്ല. മൂന്നാമതായിട്ട് വികാസം എന്ന് പറയുന്നത് എപ്പോഴും ലീനിയർ പ്രോഗ്രഷൻ അല്ല, വ്യക്തികൾ അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് കൗമാരപ്രായത്തിൽ സ്വായത്തമാക്കേണ്ട ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം ചിലപ്പോൾ യുവത്വത്തിലായിരിക്കും ചില കുട്ടികൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് വികാസം എപ്പോഴും ലീനിയർ പ്രോഗ്രഷൻ ആവില്ല. നാലാമതായിട്ട് ഓരോ സ്റ്റേജസിൻ്റെയും ബൗണ്ടറീസ് ഈ തിയറിയിൽ ക്ലിയർ അല്ല. എപ്പോഴാണ് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കുട്ടി പ്രവേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അഞ്ചാമതായിട്ട് ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, അവരുടെ വളർച്ചയും വികാസവും വ്യത്യസ്തമാണ്. ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ടല്ല ഈ തിയറി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറിയുടെ ഡ്രോബാക്സ്. ഈ തിയറിയിൽ പറയുന്ന 8 വളർച്ചാ വികാസ ഘട്ടങ്ങളും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അറിവുകളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയ വീഡിയോസുമായി ഇനി കാണുന്നത് വരെ സൈനിങ് ഓഫ്, ലേൺ വിത്ത് ജോ.